രാജ്യത്തെ തന്നെ ആദ്യ കണ്ടൽ മ്യൂസിയമായ കൊയിലാണ്ടി അണയലക്കടവിനോട് ചേർന്നുള്ള കണ്ടൽ മ്യൂസിയം അവഗണന നേരിടുകയാണ്. മ്യൂസിയം കേന്ദ്രീകരിച്ച് പ്രാദേശിക ടൂറിസം വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ല. കണ്ടൽ കാടുകൾ ഭൂമിയുടെ വൃക്കകളാണ്. കൊയിലാണ്ടിയിലുമുണ്ട് ഒരു മ്യൂസിയം. അത് ചെറുതല്ല. രാജ്യത്തെ തന്നെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയമാണ് കൊയിലാണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം. അണയലക്കടവിനോട് ചേർന്നുള്ള ആ മ്യൂസിയം നമുക്ക് കണ്ടുവരാം. കെ ദാസൻ MLA ആയിരിക്കെ 10 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച കണ്ടൽ മ്യൂസിയമാണ് ഈ കാണുന്നത്. വിവിധ ഇനം കണ്ടൽ കാടുകളെ പറ്റിയിട്ടുള്ള വിവരണങ്ങളും ഫോട്ടോ ഫ്രെയിമുകളും ഇവിടെയുണ്ടെങ്കിലും ഇത് ആരും തന്നെ ഉപയോഗപ്പെടുത്തുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ചേട്ടാ, ഇത് രാജ്യത്തെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം. അപ്പോൾ ഇതൊരു പേരിന് മാത്രമായിട്ടുള്ള ഒരു മ്യൂസിയമായി മാറി. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ ഇത്രയും വലിയ മനോഹരമായ ഈ സ്ഥലത്ത് ഒരു കണ്ടൽ മ്യൂസിയം വരിക എന്ന് പറഞ്ഞാൽ നാടിന് തന്നെ ഏറ്റവും വലിയ അഭിമാനം. അത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട ആളുകൾ അതിന് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് നല്ലൊരു രീതിയിലാക്കി നല്ലൊരു വികസനത്തോടു കൂടി ഈ നാടിനൊന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണമെന്നും ഇത് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും വർഷമായിട്ട് ഇത് ഈ രീതിയിൽ കിടക്കുകയാണ്. ഇത് ഇന്ന് വരെ ഒന്നുമില്ല, വെറൊരു പേരിന് മാത്രമാണ് ഇപ്പോൾ ഒരു ഇതുള്ളത്. അതല്ല, ഈ നാട്ടിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഏതെല്ലാം രീതിയിൽ ആളുകൾക്കൊക്കെ വന്ന് ഇത് ഒരു വികസനത്തിൻ്റെ ഇതിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമേ പറയാൻ. ചേട്ടാ, ഇവിടെ ഈ ഒരു ഉദ്യോഗസ്ഥരോ വാച്ചർമാരോ അങ്ങനത്തെ ആരെങ്കിലും വരുത്തുണ്ടോ അവിടെ? ഇവിടെ ഇന്ന് വരെ ആരും ഇനി വാച്ചർമാരെ ആരെയും വെച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഇത് വന്ന് ഉദ്ഘാടനം ചെയ്ത് കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് വരും എന്നായിരുന്നു പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ ചെയ്ത ഈ ഇതിലൂടെ കട്ട പാകിയിട്ടുണ്ട്. ഒറ്റ കട്ട ഇന്ന് വരെ ഇതില്ല, എല്ലാം ചളി ഇതായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. അതുവരെ വല്ലാത്തൊരവസ്ഥ. കാരണം ഒരുപാട് പൈസ ചിലവഴിക്കാമെന്നല്ലാണ്ട് ഇതിന് നമുക്കൊരു ഉപകാരത്തിലും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ഗവേഷക വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെ എത്താറുണ്ടോ അവിടെ? ഗവേഷക വിദ്യാർത്ഥികൾക്കൊക്കെ എത്തേണ്ട സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് ഇവിടെ കണ്ടൽ മ്യൂസിയത്തിൽ ഉണ്ടെങ്കിലല്ലേ ആളുകളും എത്തുള്ളൂ. അതില്ലാത്തടത്തോളം കാലം ആരും വെറുതെ വന്നിട്ട് മടങ്ങി പോകാമെന്നല്ലാണ്ട് ഇതിൽ ഒരു കാര്യമില്ല. അപ്പോൾ അത് എത്തിക്കാനുള്ള സംവിധാനമോ മുനിസിപ്പാലിറ്റിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെയോ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഒരു അഭ്യർത്ഥനയാണുള്ളത്. രാജ്യത്തെ തന്നെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയമായ ഇത് സംരക്ഷിക്കപ്പെടണമെന്നാണ് ജനങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. തീർത്ഥ രമേശ്, മലബാർ ന്യൂസ്, കൊയിലാണ്ടി.